ഇനി നമ്മൾ 10ാം ക്ലാസ്സിലെ സർക്കിൾസ് എന്ന പാഠത്തിലെ ചില ഭാഗങ്ങളാണ് നോക്കുന്നത്. ആദ്യം നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. സർക്കിൾ വരച്ച് അതിൻ്റെ സെൻറ്റർ ഓഫ് ദ സർക്കിൾ നമ്മൾ മാർക്ക് ചെയ്യും. നമുക്കറിയാം സെൻറ്റർ ഓഫ് ദ സർക്കിളിൽ കൂടി വരയ്ക്കുന്ന കോഡാണ് ആ സർക്കിളിൻ്റെ വ്യാസം അഥവാ ഡയാമീറ്റർ. അപ്പോൾ നമ്മൾ സർക്കിളിൻ്റെ ഡയാമീറ്റർ വരച്ചു. ഇനി ഡയാമീറ്ററിൻ്റെ 2 അറ്റങ്ങൾ നമ്മൾ പോയിന്റ് ചെയ്യുന്നുണ്ടാവും. ഈ ഡയാമീറ്ററിന്റെ 2 അറ്റത്തു നിന്നും സർക്കിളിന്റെ ഏതൊരു പോയിന്റിലേക്കും വരയ്ക്കുന്ന ട്രയാങ്കിൾസ് 90 ഡിഗ്രി ആയിരിക്കും. ഡയാമീറ്ററിന്റെ 2 അറ്റത്തു നിന്നും സർക്കിളിന്റെ ഏതൊരു പോയിന്റിലേക്ക് നീട്ടി വരച്ചുണ്ടാക്കുന്ന ട്രയാങ്കിൾസും 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രി ആയിരിക്കും. അതായത് ഒരു മട്ട ത്രികോണമായിരിക്കും. ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ നമുക്ക് താഴേക്കും ഓരോ പോയിന്റുകളുണ്ട്. താഴേക്ക് നമ്മൾ നീട്ടി വരയ്ക്കുന്ന ട്രയാങ്കിൾസ് ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രി ആയിരിക്കും. എന്താ ഓർക്കണം? ഇവിടെ നമ്മൾ വരയ്ക്കുന്ന ഡയാമീറ്ററിന്റെ 2 പോയിന്റുകളിലായിരിക്കണം അതിൻ്റെ എൻഡിങ് ഉണ്ടാവുന്നത്. ഉണ്ടോ? ഡയാമീറ്ററിന്റെ 2 അറ്റത്തു നിന്നും ഒരു സർക്കിളിന്റെ ഏതൊരു ബിന്ദുവിലേക്കും ഏതൊരു പോയിന്റിലേക്കും നീട്ടി വരച്ചുണ്ടാക്കുന്ന ട്രയാങ്കിൾസ് 90 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായോ? നെക്സ്റ്റ് കണ്ടീഷനിലേക്ക് പോവാം. ഇനിയും ഒരു സർക്കിൾ വരയ്ക്കാം. സർക്കിൾ വരച്ചു. നേരത്തെ ചെയ്ത പോലെ തന്നെ സെന്റർ ഓഫ് ദ സർക്കിൾ നോട്ട് ചെയ്തു. അതിൽ കൂടി നമ്മൾ ഡയാമീറ്റർ വരച്ചു. ഡയാമീറ്ററിന്റെ 2 അറ്റം നമ്മൾ പോയിന്റ് ചെയ്തു. ഇനി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നേരത്തെ സർക്കിളുമ്പിലാണ് ഓരോ ഡോട്ട് കൊടുത്തത് അല്ലേ? ഇനി സർക്കിളിന്റെ പുറമെയാണ് നമ്മൾ ഓരോ പോയിന്റുകളും അടയാളപ്പെടുത്തുന്നത്. ഉണ്ടോ? സർക്കിളിന്റെ പുറത്താണ് ഓരോ പോയിന്റുകളും കൊടുത്തത്. ഇനി അതിലേക്കൊക്കെ തന്നെ നമ്മൾ ഡയാമീറ്ററിന്റെ 2 അറ്റത്ത് നിന്നും ട്രയാങ്കിളിനെ നമ്മൾ നീട്ടി വരയ്ക്കാം. അല്ലോ, ഡയാമീറ്ററിന്റെ 2 അറ്റത്ത് നിന്നും ട്രയാങ്കിൾ വരച്ചു. അല്ലോ, ഈ പോയിന്റിലേക്കും അതുപോലെ തന്നെ ട്രയാങ്കിൾ വരയ്ക്കാം. ഞാൻ അടുത്ത ട്രയാങ്കിൾ വരയ്ക്കാം. ഒരു കാര്യം മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ, നമ്മൾ വരച്ച ഡയാമീറ്ററിന്റെ 2 അറ്റത്തായിരിക്കണം അതിന്റെ ഒരു വശം വരേണ്ടത്. ഉണ്ടോ? പിന്നെ പുറത്ത് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ള ഓരോ പോയിന്റിലേക്കുമാണ് നമ്മൾ നീട്ടി വരച്ചുള്ളത്. സർക്കിളിന്റെ പുറമെയാണ്. അപ്പൊ ഈ സർക്കിളിന്റെ പുറത്തുള്ള ഈ ആംഗിൾസ് ഒക്കെ തന്നെ 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. അതാണ് നമുക്ക് ഓർക്കാനുള്ളത്. സർക്കിളിന്റെ പുറമേക്ക് വരയ്ക്കുന്ന ഈ പുറമെയുള്ള ആംഗിൾസ്, പുറത്തുള്ള എല്ലാ ആംഗിൾസും 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. മനസ്സിലായോ? ഈ ആംഗിൾസ് ഒക്കെ തന്നെ 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. ഇനി നമുക്ക് ഒരു കണ്ടീഷനും കൂടി നോക്കാം. അതിനുവേണ്ടി വീണ്ടും ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. സർക്കിൾ വരച്ചു. നേരത്തെ പോലെ തന്നെ സെന്റർ ഓഫ് ദ സർക്കിൾ കൂടി ഡയാമീറ്റർ വരച്ചു. ഡയാമീറ്റർ 2 പോയിന്റുകളും ഞാൻ നോട്ട് ചെയ്തു. ഇനി നമ്മൾ സർക്കിളിന്റെ ഉള്ളിലാണ് ഓരോ പോയിന്റുകളും
സർക്കിളിന്റെ ഉള്ളിൽ. ഇനി ഈ പോയിന്റുകളിലേക്ക് ഞാൻ ട്രയാങ്കിൾസ് നീട്ടി വരയ്ക്കാണ്. കണ്ടോ, ഈ പോയിന്റുകളിലേക്ക് ട്രയാങ്കിൾസ് വരയ്ക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ കേട്ടോ. എന്തായിരിക്കണം, നമ്മുടെ ഈ പോയിന്റിലായിരിക്കണം എൻഡിങ് വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ആംഗിൾസ് 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. ഈ ആംഗിൾസ് ഒക്കെ തന്നെ 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. ഇപ്പൊ നമ്മൾ 3 കണ്ടീഷൻസ് ആണ് നോക്കിയത്. സർക്കിളിലാണ് നമ്മൾ ട്രയാങ്കിൾസ് വരയ്ക്കുന്നതെങ്കിൽ അവിടെയുള്ള ആംഗിള് 90 ഡിഗ്രിയും, പുറമെയാണ് സർക്കിളിന്റെ പുറമെയാണെങ്കിൽ ആ ആംഗിള് 90 ഡിഗ്രിയേക്കാൾ കുറവും, ഉള്ളിലാണെങ്കിലോ കൂടുതലും ആയിരിക്കും. ഇനി നമുക്ക് ഇതിലൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സപ്പോസ് വി ഡ്രോ എ സർക്കിൾ വിത്ത് ദ ബോട്ടം സൈഡ് ഓഫ് ദ ട്രയാങ്കിൾസ് ഇൻ ദ പിക്ചർ ആസ് ഡയാമീറ്റർ. ഫൈൻഡ് ഔട്ട് വെദർ ദ ടോപ്പ് കോർണർ ഓഫ് ഈച്ച് ട്രയാങ്കിൾ ഈസ് ഇൻസൈഡ് ദ സർക്കിൾ, ഓൺ ദ സർക്കിൾ ഓർ ഔട്ട്സൈഡ് ദ സർക്കിൾ. കണ്ടോ, ട്രയാങ്കിളും നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആൻസർ നോക്കാം. ഞാനിവിടെ പിക്ചർ വരച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഓരോ ആംഗിൾസിനും നമ്മൾ പേര് കൊടുത്തിട്ടുണ്ട്. ആംഗിൾ പി 70 ഡിഗ്രി, ആംഗിൾ ക്യൂ ഇവിടെ ഈ മാർക്ക് കണ്ടാൽ നമുക്കറിയാം ഇത് 90 ഡിഗ്രിയാണ്. ആംഗിൾ ആർ 110 ഡിഗ്രി. നമുക്കതെടുത്ത് എഴുതാം. ആംഗിൾ പി ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 90 ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ ഔട്ട്സൈഡ് ദ സർക്കിൾ ആയിരിക്കും അല്ലേ. അപ്പോൾ 70 ഡിഗ്രി എന്നുള്ള ഈ ആംഗിൾ പി എവിടെയായിരിക്കും? ഔട്ട്സൈഡ് ദ സർക്കിൾ, ബിക്കോസ് ഇറ്റ് ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി അല്ലേ. ഇനി നെക്സ്റ്റ് ആംഗിൾ ക്യൂ. ആംഗിൾ ക്യൂ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ ഓൺ ദ സർക്കിൾ അല്ലേ, സർക്കിൾ മേലായിരിക്കും. ഓൺ ദ സർക്കിൾ. നെക്സ്റ്റ് ആംഗിൾ ആർ. ആംഗിൾ ആർ ഈസ് ഈക്വൽ ടു 110 ഡിഗ്രി. അത് നമുക്കറിയാം 90 ഡിഗ്രിയേക്കാളും കൂടുതലാണ്. അപ്പോൾ ഇൻസൈഡ് ദ സർക്കിൾ. ചെയ്ത് കഴിഞ്ഞില്ലേ? ഇത് നമ്മളെടുത്ത 3 ബേസിക് കണ്ടീഷൻസും ഇപ്പോൾ പറഞ്ഞ ഈ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ?